ഹായ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ന്യൂസ്, എ പ്രൊഡക്റ്റീവ് വിസിറ്റ്. സെക്കൻഡ്, സെറ്റ് ദ ഗാർഡ് റെയിൽസ് ഫോർ AI യൂസ് ഇൻ കോർട്ട് റൂംസ്. തേർഡ്, ഫോറസ്റ്റ് റൈറ്റ്സ് ഓഫ് ട്രൈബൽസ് നോട്ട് സെറ്റിൽഡ് ഫോർ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട് കൗൺസിൽ. ലാസ്റ്റ് എന്താണ്, നീതി ആയോഗ് റിപ്പോർട്ട് റെക്കമെൻഡ്സ് മോഡൽ പോളിസി ഫോർ ഹോം സ്റ്റേസ്. അപ്പോൾ ഓരോ ന്യൂസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എ പ്രൊഡക്റ്റീവ് വിസിറ്റ് ഇതെന്താന്ന് വെച്ചാൽ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യി എന്താണ് ഇന്ത്യ വിസിറ്റ് ചെയ്തു. ആരൊക്കെ ഉണ്ടായിരുന്നു? അജിത് ഡോവാൽ, അതുപോലെ ജയശങ്കർ, അതുപോലെ പ്രൈം മിനിസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ. ഇതെന്താണ് 4 വർഷത്തിന് ശേഷം, അതായത് ഗാൽവാൻ ക്ലാഷിന് ശേഷം 4 വർഷത്തിന് ശേഷമുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഇത്. ഇതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത്, ഈ വിസിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം. ബോർഡർ റിലേറ്റഡ് എഗ്രിമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് എഗ്രിമെന്റ് ടു എക്സ്പെഡീറ്റ് ദ ബൗണ്ടറി റെസൊല്യൂഷൻ ഓഫ് ദ 3500 കിലോമീറ്റർ ഇന്ത്യ ചൈന ബോർഡർ. അതുപോലെ എന്താണ്, ബിൽഡിംഗ് ഓൺ ദ 2005 എഗ്രിമെന്റ് ഓൺ പൊളിറ്റിക്കൽ പാരാമീറ്റേഴ്സ് ആൻഡ് ഗൈഡിംഗ് പ്രിൻസിപ്പിൾ. തേർഡ് എന്താ വരുന്നത്, കൺസെൻസസ് ദാറ്റ് ദ ബോർഡേഴ്സ് ഹാവ് ബീൻ ക്വയറ്റ്. ഓക്കെ, ഈ ഒരു മീറ്റിൽ എന്താണ്, കോൺഫിഡൻസ് ആൻഡ് ബിൽഡിംഗ് മെഷേഴ്സ്. ഇവിടെ എന്താണ്, resumption of border trade at 3 points, restart of direct flights, expansion of Kailash Manasarovar Yatra slots, relaxation of visas. ഇതാണ് വന്നിരിക്കുന്നത്. അതുപോലെ എക്കണോമിക് ഡിസ്കഷനിൽ എന്താ വന്നത്, ടാക്സ് ഓൺ ലിഫ്റ്റിംഗ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ ബൈ ചൈന. അതുപോലെ എന്താണ്, സ്റ്റിക്കിംഗ് പോയിന്റ്സ് എന്താണ് ഇവിടെ നോക്കുകയാണെങ്കിൽ, ഇന്ത്യ സ്ക്രൂട്ടണി ഓൺ ചൈനീസ് FDI ഇൻടു ഇന്ത്യൻ കമ്പനീസ്. ഇതാണ് എക്കണോമിക് ഡിസ്കഷൻ ആയിട്ട് ഈ ഒരു മീറ്റിംഗ് വഴി നടന്നത്. മൾട്ടിലാറ്ററൽ ആൻഡ് റീജിയണൽ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈം മിനിസ്റ്റർ മോദി ടു അറ്റൻഡ് SCO സബ്മിറ്റ് ഇൻ ടിയാൻജിൻ മീറ്റിംഗ് ഷീ ജിൻപിങ്. അതുപോലെ എന്താണ്, ചൈനീസ് അംബാസിഡർ ക്രിറ്റിസൈസ്ഡ് US ടാരിഫ് എന്താണ് 15% ഇന്ത്യൻ ഗുഡ്സിന് മേളിൽ ഇമ്പോസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഓൺ ഇന്ത്യാസ് ബുള്ളി ടാക്ടിക്സ്. വാങ് ഈസ് ഫോളോ അപ്പ് വിസിറ്റ് കാബൂൾ അഫ്ഗാനിസ്ഥാൻ ഫോർ BRI എക്സ്പാൻഷൻ ആൻഡ് ഇസ്ലാമാബാദ് ഫോർ ഡയലോഗ് വിത്ത് പാകിസ്ഥാൻ. ഇതാണ് അതിന്റെ പ്രധാനമായിട്ട് നടന്ന കീ ഔട്ട്കംസ് ഈ ഒരു വിസിറ്റിന്റെ എന്ന് പറയുന്നത്. ഇതിന്റെ ചലഞ്ചസ് എന്താന്ന് വെച്ചാൽ, പീപ്പിൾസ് ലിബറേഷൻ ആർമീസ് പാസ്റ്റ് ട്രാൻസ്ഗ്രേഷൻ ആൻഡ് ഗൽവാൻ ക്ലാഷ് സ്റ്റിൽ കാസ്റ്റ് എ ഷാഡോ. അതുപോലെ എന്താ പറയുന്നത്, ചൈനീസ് ഡിപ്ലോമാറ്റിക് ആൻഡ് സ്ട്രാറ്റജിക് സപ്പോർട്ട് ടു പാകിസ്ഥാൻ, അതുപോലെ എസ്പെഷ്യലി ആഫ്റ്റർ പഹൽഗാം അറ്റാക്ക് ആൻഡ് ഓപ്പറേഷൻ സിന്ദൂർ. എക്സ്പാൻഷൻ ഓഫ് CPEC ഇൻടു അഫ്ഗാനിസ്ഥാൻ ഒപ്പോസ്ഡ് ബൈ ഇന്ത്യ. CPEC എന്ന് വെച്ചാൽ എന്താണ്, അതായത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ആണ് CPEC എന്ന് വെച്ചാൽ. ഇതെന്താണ്, അഫ്ഗാനിസ്ഥാനിലൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പൊ എന്താ, ഇന്ത്യ ഇതിനെ ഒപ്പോസ് ചെയ്യാണ്. ഒരു സ്ട്രാറ്റജിക് ഡൈലിമ എന്താ നോക്കിയാൽ എന്താ, ബാലൻസിങ് US ടെൻഷൻസ് റീസെറ്റ് വിത്ത് ചൈന വിത്തൗട്ട് അപ്പിയറിംഗ് വീക്ക്. ഓക്കെ, ഇതിന്റെ മെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2ലും GS പേപ്പർ 3ലാണ് വരുന്നത്. 2ൽ എന്താണ്, ഇന്ത്യ ചൈന റിലേഷൻസ്, അതായത് ഇന്റർനാഷണൽ റിലേഷൻസ്, SCO ആൻഡ് റീജിയണൽ ജിയോ പൊളിറ്റിക്സ്, ഇന്ത്യസ് ഫോറിൻ പോളിസി ചോയ്സസ് അമിഡ് US ചൈന റിവാലറി. GS പേപ്പർ 3ൽ എന്താണ്, ഇന്റർണൽ സെക്യൂരിറ്റി ആണ് വരുന്നത്. അതിൽ എന്താണ്, ബോർഡർ സെക്യൂരിറ്റി ചലഞ്ചസ്, ഇംപ്ലിക്കേഷൻ ഓൺ CPEC ആൻഡ് BRI ഫോർ ഇന്ത്യ. പിന്നെ SIയിലും വരുന്നുണ്ട്, GS പേപ്പർ 3ൽ വരുന്നുണ്ട്. അപ്പൊ എന്താണ്, മെയിൻസ് പോയിന്റിൽ ഈ ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നന്നായിട്ടൊന്ന് നോക്കാം. അടുത്ത ന്യൂസ് എന്താണ്, സെറ്റ് ദ ഗാർഡ് റെയിൽസ് ഫോർ AI യൂസ് ഇൻ കോർട്ട് റൂംസ്. അതായത് ഇവിടെ എന്താ പറയുന്നത്, കേരള ഹൈക്കോടതി എന്താണ് ഒരു പോളിസി റിലീസ് ചെയ്യാണ്. എന്ത്, നമുക്ക് ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയിലൊക്കെ എന്താണ് AI യൂസ് ചെയ്തത് കൊണ്ട് പെൻഡിങ് കേസുകളൊക്കെ സോൾവ് ചെയ്യാം എന്നൊരു പോളിസി കൊണ്ടുവരികയാണ്. ഏകദേശം എന്താണ് 5 കോടി പെൻഡിങ് കേസസ് ആണ് ഇന്ത്യൻ കോർട്സിലുള്ളത്. അപ്പൊ എന്താ, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി ഇത് സോൾവ് ചെയ്യാം എന്നാണ് കേരള ഹൈക്കോടതി പറയുന്നത്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് AI ഇൻ ജുഡീഷ്യറി എന്താണ്, എഫിഷ്യൻസി ആൻഡ് സ്പീഡ്. അതെ അല്ലെ, ഫാസ്റ്റർ ട്രാൻസ്ലേഷൻ ആയിരിക്കും, ട്രാൻസ്ക്രിപ്ഷൻ ആയിരിക്കും, അതുപോലെ ഡിഫക്ട് ഐഡന്റിഫിക്കേഷൻ ഇൻ ഫില്ലിങ്സ്. അതായത് നമ്മളിപ്പോ ഒരാളിൽ നിന്ന് ചെയ്യുന്നതിനെക്കാട്ടിൽ വളരെ സ്പീഡിൽ തന്നെ എന്താണ്, എഫിഷ്യന്റ് ആയിട്ട് സ്പീഡിലും എന്താണ് AI കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ സപ്പോർട്ട് ടൂൾസ് എന്താണ്, ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ, ലീഗൽ റിസർച്ച്, ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ഓറൽ ആർഗ്യുമെന്റ്സ്, വിറ്റ്നസ് ഡിപ്പോസിഷൻ ഒക്കെ പറ്റും. അതുപോലെ എന്താണ്, ബാക്ക്ലോഗ് റിഡക്ഷൻ കുഡ് എയ്ഡ് ഇൻ ഹാൻഡ്ലിംഗ് പെൻഡൻസി ഓഫ് കേസസ്. അതായത് ബാക്ക്ലോഗ് എന്ന് പറയുമ്പോൾ എന്താണ്, മാറ്റി വെച്ചിട്ടുള്ള കേസുകളൊക്കെ എന്താണ് ഈ AI ഉപയോഗിച്ച് വേഗം തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്.
ഇതിൽ റിസ്ക് അല്ലെങ്കിൽ കൺസേൺ എന്താന്ന് നോക്കിയാൽ ഒന്നാമത് പറയുന്നത് എന്താ, ആക്യുറസി ആൻഡ് എറേഴ്സ്, അതായത് റോങ് ട്രാൻസ്ലേഷൻ. അതായത് ഇപ്പൊ എന്താ, നമുക്ക് ലീവ് ഗ്രാൻഡഡ്, അതായത് ആ ഒരു കേസ് നമ്മൾ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ വരുമ്പോൾ എന്താണ്, ചുട്ടി സ്വീകാർ, അതായത് വെച്ചാൽ ഹോളിഡേ ഗ്രാൻഡ് ചെയ്തു അല്ലെങ്കിൽ ലീവ് ഗ്രാൻഡ് ചെയ്തു, ഹോളിഡേ ഗ്രാൻഡ് ചെയ്തു എന്നൊരു അർത്ഥത്തിലേക്ക് ഇത് പോകും. അങ്ങനെ ഒരു റോങ് ട്രാൻസ്ലേഷന് സാധ്യതയുണ്ട്. അതുപോലെ ഹലൂസിനേഷൻസ്, അതായത് എന്താ, ഫാബ്രിക്കേറ്റഡ് ഔട്ട്പുട്ട്സ് ഇൻ LLMs. അതുപോലെ എന്താ, റോങ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് നെയിംസ്. നോയൽ, ഇപ്പൊ എക്സാം നോക്കുകയാണെങ്കിൽ, കേസ് നോക്കുകയാണെങ്കിൽ നോയൽ ആന്റണി ക്ലാർക്ക് വിസസ് ഗാർഡിയൻ ന്യൂസ് ആൻഡ് മീഡിയ ലിമിറ്റഡ് 2025. അടുത്ത വരുന്നത് എന്താണ്, ബയാസ് ഇൻ ലീഗൽ റിസർച്ച്. സ്റ്റഡീസ് ഷോ AI ക്യാൻ ഫാബ്രിക്കേറ്റ് കേസ് ആൻഡ് ലോസ് ആൻഡ് സൈറ്റ് ഇൻകറക്റ്റ് സോഴ്സസ്. അതുപോലെ എന്താണ്, സ്ട്രക്ചറൽ കൺസേൺ നോക്കുകയാണെങ്കിൽ എന്താ, റിസ്ക് ഓഫ് റെഡ്യൂസിങ് അഡ്ജുഡിക്കേഷൻ ടു റൂൾ ബേസ്ഡ് ഇൻഫറൻസ്, ഇഗ്നോറിംഗ് ഹ്യൂമൻ ജഡ്ജ്മെന്റ്. അതുപോലെ എന്താ, ലാക്ക് ഓഫ് ഫ്രെയിംവർക്സ് ഫോർ ഡേറ്റ ആക്സസ്, സ്റ്റോറേജ്, പ്രൈവസി, എത്തിക്കൽ റിസ്ക്. ഡിപ്പെൻഡൻസി എന്താണ്, ഡിപ്പെൻഡൻസി റിസ്ക് ഇഫ് പൈലറ്റ് പ്രോജക്ട്സ് ലാക്ക് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, ഇനി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ എന്താ, നീഡ് ഫോർ റിലയബിൾ ഇന്റർനെറ്റ്, ഡിജിറ്റൽ ടൂൾസ്, സെക്യൂർ ഡേറ്റാബേസ് ഒക്കെ ആവശ്യമാണ്. മോസ്റ്റ് കോഡ്സ് സ്റ്റിൽ പേപ്പർ ബേസ്ഡ്, പ്രിമച്ചർ AI ഡിപ്ലോയ്മെന്റ്, റിസ്ക് വൈഡനിങ് ഇൻഎഫിഷ്യൻസീസ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ എന്താണ്, റിസ്ക്കും കൺസേണും. AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കേസ് ഒക്കെ ഒരുപാട് പെട്ടെന്ന് സോൾവ് ചെയ്യാം, പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന റിസ്ക്കും കൺസേണും ഒക്കെ ഇതാണ്. സേഫ് ഗാർഡ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ്. AI ലിറ്ററസി, അതായത് എന്താണ്, ട്രെയിനിങ് ജഡ്ജസ്, കോഡ്സ്. സേഫ് ഗാർഡ്സ് ആൻഡ് റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ അതിലെന്താണ്, AI ലിറ്ററസി, അതായത് എന്താ, ട്രെയിനിങ് ജഡ്ജസ്, കോഡ് സ്റ്റാഫ്, ലോയേഴ്സ് ഇൻ യൂസിങ് AI പ്ലസ് അണ്ടർസ്റ്റാൻഡിങ് ലിമിറ്റേഷൻസ്. അടുത്ത എന്താ, റോൾ ഓഫ് ജുഡീഷ്യൽ അക്കാഡമീസ്, ബാർ അസോസിയേഷൻ, AI ഗവർണൻസ് എക്സ്പേർട്സ്. ഇതാണ് AI ലിറ്ററസിയിൽ വരുന്നത്. അതുപോലെ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, അതായത് എന്താ, litigants must know if AI was used in adjudication or research, option to opt out of AI assisted proceedings, procurement frameworks, അതായത് എന്താണ്, സ്റ്റാൻഡർഡൈസ്ഡ് ഗൈഡ്ലൈൻസ് ബിഫോർ അഡോപ്റ്റിംഗ് AI ടൂൾസ്, ആക്സസ് റിലയബിലിറ്റി, എക്സ്പ്ലെയിനബിലിറ്റി, റിസ്ക് മിറ്റിഗേഷൻ, ഡേറ്റ മാനേജ്മെന്റ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ എന്താ, വിഷൻ ഡോക്യുമെന്റ് ഫോർ കോഡ്സ് phase 3, ക്രിയേറ്റ് ടെക്നോളജി ഓഫീസേഴ്സ് ഫോർ കോഡ്സ്, സ്പെഷ്യലിസ്റ്റ് ഗൈഡ് അഡോപ്ഷൻ, മോണിറ്റർ വെണ്ടർ കംപ്ലൈൻസ്, പെർഫോമൻസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു സേഫ് ഗാർഡ്സ് അല്ലെങ്കിൽ എന്താണ് റെക്കമെൻഡേഷൻസ് ആയിട്ട് വരുന്നത്. ഈ ഒരു ന്യൂസ് മെയിൻസിന്റെ GS പേപ്പർ 2-ലും 3-ലും ആണ് വരുന്നത്. ഇതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ന്യൂസ് നോക്കാം. ഫോറസ്റ്റ് റൈറ്റ്സ് ഓഫ് ട്രൈബൽസ് നോട്ട് സെറ്റിൽഡ് ഫോർ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട് കൗൺസിൽ. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രോജക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 72,000 കോടിയുടെ ഒരു പ്രോജക്ട് വരുവാണ്. ഇതിനകത്ത് എന്തൊക്കെയാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്, എയർപോർട്ട്, പവർ പ്ലാന്റ്, ടൗൺഷിപ്പ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഏകദേശം 13,075 ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ അഡ്മിനിസ്ട്രേഷൻ ഇവര് എന്താണ്, ഇവിടുത്തെ നിക്കോബാറീസ് ട്രൈബൽ കൗൺസിലിനോട് അനുവാദം ചോദിക്കാതെ, അതായത് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006 പ്രകാരം നിക്കോബാറീസ് ട്രൈബൽ കൗൺസിലിനോട് അനുവാദം ചോദിക്കാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്നാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് എന്താണ്, നമ്മൾ ഇവരോട് അനുവാദം ചോദിച്ചു, ഇവരുടെ ഇഷ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ ന്യൂസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കീ പോയിന്റ്സ്. പ്രോജക്ട് 72,000 crore മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ഓൺ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്. 72,000 കോടിയുടെ ഒരു ഗ്രേറ്റ് പ്രോജക്റ്റ് ആണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്ട്. ഫോറസ്റ്റ് ഡൈവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 13,075 ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേഷൻ ക്ലെയിം ചെയ്യുന്നത് എന്താണ്, ഫോറസ്റ്റ് റൈറ്റ് ആക്ട് റൈറ്റ് സെറ്റിൽഡ്, ഗ്രാമസഭ കൺസെന്റ് ഒബ്റ്റെയിൻഡ്. അതായത് എന്താണ്, ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഗ്രാമസഭയുടെ കൺസെന്റും വാങ്ങിയിട്ടുണ്ടെന്നാണ് അഡ്മിനിസ്ട്രേഷൻ ക്ലെയിം ചെയ്യുന്നത്. എന്നാൽ കൗൺസിലിന്റെ ഒബ്ജക്ഷൻ എന്താണ്, ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പ്രോസസ് നെവർ ഇനിഷ്യേറ്റഡ്, no question of settlement, Nicobaris of Great Nicobar not part of Gramasabha meeting. പക്ഷെ കൗൺസിൽ പറയുന്നത് എന്താണ്, അതായത് ഈ പറഞ്ഞ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പ്രകാരം അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഇവരോട്
അനുവാദം ഒന്നും ചോദിച്ചിട്ടില്ല, അവരുടെ ഇഷ്യൂസ് ക്ലിയർ ചെയ്തിട്ടില്ല എന്നാണ് കൗൺസിലിന്റെ ഒബ്ജക്ഷൻ. ലീഗൽ ഓവർലാപ്പ് നോക്കുകയാണെങ്കിൽ എന്താ, ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006 റൈറ്റ് മസ്റ്റ് ബി സെറ്റിൽഡ് ഫസ്റ്റ്. എന്താണ്, റൈറ്റ് ആദ്യമേ സെറ്റിൽ ചെയ്യണം. ഗ്രാമസഭ കൺസെന്റ് എന്താണ്, മാൻഡേറ്ററി ആണ്. PAT 56 പ്രൊട്ടക്ഷൻ ഓഫ് അബോറിജിനൽ ട്രൈബ്സ് ആക്ട് 56 ഇതിൽ എന്താ പറയുന്നത്, ഗീവ്സ് അഡ്മിനിസ്ട്രേറ്റർ പവർ ടു ഡൈവേർട്ട് ലാൻഡ് ബട്ട് ലാക്സ് FRA സേഫ് ഗാർഡ്സ്. അത് ഇത് പ്രകാരം എന്താ പറയുന്നത്, FRAയുടെ എന്താണ് അനുവാദം വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ കൺസേൺ എന്താണ്, ത്രെട്ട് ടു വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. എന്താണ്, വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിന് ത്രെട്ട് ആണ്. എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, പ്രൊസീജറൽ വയലേഷൻസ് ഒക്കെയാണ് ഇവിടുത്തെ കൺസേൺ ആയിട്ട് വരിക. കറണ്ട് സ്റ്റേറ്റസ് എന്താണ്, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് സേസ് കൺസേൺ ആൺ ബീങ് എക്സാമിൻഡ്. എന്താ, കൺസേൺസ് ഒക്കെ എന്താണ് പരിശോധിക്കും, എക്സാമിൻ ചെയ്യും എന്നാണ് പറയുന്നത്. ഈ ന്യൂസ് മെയിൻസിൽ GS പേപ്പർ 2-ലും 3-ലും ആണ് വരുന്നത്. 2-ൽ എന്താ, ഇഷ്യൂസ് റിലേറ്റഡ് ടു വൾണറബിൾ സെക്ഷൻ, ഗവർണൻസ് ആൻഡ് റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, സെന്റർ UT റിലേഷൻസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. GS പേപ്പർ 3-ൽ എന്താ, കൺസർവേഷൻ, എൻവയോൺമെന്റൽ ക്ലിയറൻസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ബാലൻസിങ് എക്കോളജിക്കൽ കൺസേൺ വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്. അപ്പൊ ഇതാണ് മെയിൻസിലേക്ക് വരുന്നത് ഈ ന്യൂസിന്റെ. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നോക്കുക. അടുത്ത ന്യൂസ് എന്താണ്, നീതി ആയോഗ് റിപ്പോർട്ട് റെക്കമെൻഡ്സ് മോഡൽ പോളിസി ഫോർ ഹോം സ്റ്റേസ്. നീതി ആയോഗ് എന്താ പറയുന്നത്, നീതി ആയോഗ് റീസെന്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തതിനെ പറ്റിയിട്ടാണ് ഈ ന്യൂസിൽ പറയുന്നത്. ആ റിപ്പോർട്ടിന്റെ ടൈറ്റിൽ എന്താണ്, റീതിങ്കിങ് ഹോം സ്റ്റേസ് നാവിഗേറ്റിംഗ് പോളിസി പാത്വേസ്. ഇതാണ് ആ ഒരു റിപ്പോർട്ടിന്റെ ടൈറ്റിൽ. ഇതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇന്ത്യയുടെ ടൂറിസം സെക്ടറിനെ പറ്റിയിട്ടാണ്. അതിൽ ഈ ഹോം സ്റ്റേ സ്ട്രെങ്തൻ ചെയ്യുക, അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ കീ പോയിന്റ്സ് എന്താന്ന് നോക്കാം ഈ റിപ്പോർട്ടിന്റെ. ഒന്നാമത് എന്താ, എക്കണോമിക് പൊട്ടൻഷ്യൽ ആണ്. ഹോം സ്റ്റേസ് ആൻഡ് ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ക്യാൻ അൺലോക്ക് ആൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ ഓപ്ഷൻസ്. സിഗ്നിഫിക്കന്റ് സ്കോപ്പ് ഫോർ എംപ്ലോയ്മെന്റ് ജനറേഷൻ ആൻഡ് ലോക്കൽ ഓണ്ടർപ്രണർഷിപ്പ്. കോൺട്രിബ്യൂട്ട് ടു സസ്റ്റൈനബിൾ ഗ്രോത്ത് ഓഫ് ടൂറിസം. ഓക്കെ, ഇനി ഒരു കൾച്ചർ ആൻഡ് സോഷ്യൽ റോൾ നോക്കുകയാണെങ്കിൽ എന്താ, പ്രൊവൈഡ് കൾച്ചറലി ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ടു ട്രാവലേഴ്സ്, ഹെൽപ്പ് പ്രിസർവ് ലോക്കൽ ട്രഡീഷൻസ് ആൻഡ് ഹെറിറ്റേജ്. റെഗുലേറ്ററി റെക്കമെൻഡേഷൻസ് എന്താണ്, നീഡ് ഫോർ ലൈറ്റ് ടച്ച് ട്രാൻസ്പെറന്റ് ഫ്രെയിംവർക്ക്, എൻഷുർ ടൂറിസ്റ്റ് സേഫ്റ്റി, ഹോം ഓണർ പ്രൊട്ടക്ഷൻ ആൻഡ് ഹെറിറ്റേജ് കൺസർവേഷൻ. ഫിനാൻഷ്യൽ ആൻഡ് പോളിസി മെഷേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇൻസെന്റീവ്സ് should focus on tourism development at the destination level, not just individual homestay amenities. Inputs take from aggregators, hosts and policy makers. ഈ ഒരു റിപ്പോർട്ടിന്റെ കീ പോയിന്റ്സ് ഇതൊക്കെയാണ്. ഓക്കെ, ഈ ന്യൂസ് ഇതിലൊക്കെ വരുന്ന GS പേപ്പർ 1, 2, 3 ആണ് വരുന്നത്. GS പേപ്പർ 1-ൽ എന്താണ്, സൊസൈറ്റി ആൻഡ് കൾച്ചർ. GS പേപ്പർ 2-ൽ ഗവർണൻസ്. GS പേപ്പർ 3-ൽ എന്താണ്, എക്കോണമി, എൻവയോൺമെന്റ് ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പൊ എന്തായാലും മെയിൻസിന്റെ ഈ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് നോക്കുക. അപ്പൊ ഈ ന്യൂസുകളെല്ലാം നന്നായിട്ട് തന്നെ വായിക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.